ഹലോ ഗൈസ്, ആമി ആൻഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഈ ഒരു ക്രാഫ്റ്റ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു കാർഡ്ബോർഡ് എടുത്തതിന് ശേഷം 7 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിക്ക് സർക്കിൾ വരച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ആ പോയിന്റിൻ്റെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണേ. സർക്കിളും അതേപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു കളർ പേപ്പർ വേണം. എനിക്ക് ഇഷ്ടമുള്ള കളർ പേപ്പർ എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ബ്ലൂ ആണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന മാതിരി 5 സെൻറ്റിമീറ്റർ രീതിക്ക് വരച്ചു കൊടുത്തതിന് ശേഷം വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന മാതിരി മടക്കി പകം വെച്ച് ആ ഒരു ഭാഗം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതേമാതിരി നമുക്കൊരു 8 പീസസ് വേണം. അത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല, എന്നാലും നിങ്ങളത് ഒന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇതെല്ലാം കൂടി കാർഡ്ബോർഡിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാതും പശ വെച്ച് കൃത്യമായ അളവിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഒരു A4 ഷീറ്റ് എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ രീതിയിൽ കട്ട് ചെയ്ത് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പൂവാണ്ട് ഉണ്ടാക്കാൻ പോകുന്നത്. അത് കാരണം ഈ പഴയ പൂ ചെയ്ത മാതിരി തന്നെ നമ്മൾ മടക്കം കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ കട്ടും ചെയ്ത് കൊടുക്കും. ഇനി വീഡിയോയിൽ കാണുന്ന മുതൽ ശ്രദ്ധിച്ച് ചെയ്യുക. പൂവാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക. വരച്ചു കൊടുക്കുക. ഇതേമാതിരി തന്നെ വരച്ചു കൊടുത്തോളൂ കേട്ടോ. എങ്ങനെ വെച്ചാൽ കുഴപ്പമില്ല, പക്ഷെ പൂവായാൽ മതി കേട്ടോ. കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേമാതിരി നമുക്ക് ചെറുത് ഈ 5 സെൻറ്റിമീറ്ററിൻ്റെ 3 എണ്ണവും അതേമാതിരി തന്നെ 7 സെൻറ്റിമീറ്ററിൻ്റെ 1 വേണ്ടത്. 7 സെൻറ്റിമീറ്റർ ഞാൻ ഇപ്പോൾ കാണിക്കുന്നില്ല. അതേമാതിരി തന്നെ ചെറിയ സെൻറ്റിമീറ്റർ പോലത്തെയാണ് അതും എടുക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ വലുതായിട്ട് കട്ട് ചെയ്തിട്ട് പൂവ് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. അതേമാതിരി തന്നെ ചെറുതും വലുതും ചെയ്ത് കൊടുക്കാം. ചെറുത് 3 എണ്ണമാണ് കേട്ടോ. എന്നിട്ട് കത്രിക വെച്ച് ഇതിലൊന്ന് ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. 7 സെൻറ്റിമീറ്ററിൻ്റെയും 5 സെൻറ്റിമീറ്ററിൻ്റെയും കേട്ടോ. എന്നിട്ട് ബ്ലൂ കളർ പേപ്പർ എടുത്തിട്ട് നമ്മൾ 1/2 സെൻറ്റിമീറ്റർ രീതിക്ക് കട്ട് ചെയ്ത് കൊടുക്കണേ നീളത്തിൽ. എന്നിട്ട് ആ നീളത്തിൽ തന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത ആ പേപ്പറിൽ തന്നെ നമ്മൾ 3 പൂ ചെറുത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ അതിൽ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ കാർഡ്ബോർഡ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ബാക്ക് തിരിച്ചിട്ട് നമ്മൾ നടുക്ക് ചെറുത് ബാക്കി രണ്ടും അതിന് കട്ടിങ് കുറച്ച് വലുത് എന്നുള്ള രീതിയിൽ ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളുടെ 7 സെൻറ്റിമീറ്റർ എന്നുള്ള പൂ, വലിയ പൂ നമ്മൾ ആ നടുക്ക് പശിച്ച് ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ബ്ലൂ കളർ പേപ്പറിൽ നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്ത് ആ 4 പൂവിലും നമ്മൾ ഒടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ലുക്കിൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബ് മാർക്ക് ചെയ്ത് ഫ്രണ്ട്സിനൊക്കെ ഷെയറും ചെയ്ത് കൊടുക്കാം.